വ്യക്തിയും ഇത് മനസ്സിലാക്കണം. പാപം പാപിയെ കാത്തിരിപ്പുണ്ട്. ആരുടെ പാപമാണ് പാപിയെ കാത്തിരിക്കുന്നത്? ആ വ്യക്തി ചെയ്ത പാപം. ആ വ്യക്തി ചെയ്ത പാപം ആ വ്യക്തിയെ കാത്തിരിപ്പുണ്ട്. ആ വ്യക്തിയെ കാത്തിരിക്കുന്നത് എന്തിനാണ്? അതായത് പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. ഇപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു പിടിച്ചിരിക്കുന്ന ഒരു പാപം ഉണ്ടെങ്കിൽ ആ പാപം ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? എന്നെ നശിപ്പിക്കാൻ ഈ പാപം എൻ്റെ അകത്ത് ഒരവസരം നോക്കി കാത്തിരിക്കുകയാണ്. അനുദപിക്കാതെ ഉള്ളിൽ ഇങ്ങനെ വെക്കുന്ന ഓരോ പാപവും ഇതിനൊരാവർത്തനം ഉണ്ടാവും. ഇത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അനുദപിക്കണം, തിരുത്തണം, കർത്താവിലേക്ക് മടങ്ങി വരണം. ആ ചെങ്ങല അവിടെ വെച്ച് മുറിയണം. അനന്തര തലമുറകളിലേക്ക് പാപത്തിന്റെ കങ്കാളവിഷം കടന്നു പോകാതിരിക്കാൻ നമ്മൾ അനുതാപത്തിന്റെ കുമ്പസാരക്കൂട്ടിൽ വെച്ച് പാപച്ചെങ്ങലകളുടെ കണ്ണികൾ എന്നേക്കുമായി മുറിക്കേണ്ടതുണ്ട്.